പിടിച്ച് വണ്ടിയിലോട്ട് കയറ്റും. ഈ വണ്ടി സ്റ്റേഷനിലോട്ട് നോക്കി നിൽക്കാതെ പോയി ജീപ്പിൽ കേറാം. ഇങ്ങോട്ട് വാടാ പിടിച്ചേ. ഇങ്ങോട്ട് മാറി നിൽക്കണേ. വട്ടപ്പള്ളി റസിയ, നീ എന്ന് മുതലാടി റോസ് ജോൺ ആയത്? ഒരു ചെറുപ്പക്കാരിയാണ് സാറിന്റെ മാല മോഷ്ടിച്ചെന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായി അത് ഇവളായിരിക്കും. നീ ആരാടാ? ഇവളുടെ പാർട്ണറാ? അല്ല സർ, ഞാൻ നിരപരാധിയാണ് സർ. ആശുപത്രി കിടക്കുന്ന എന്റെ അമ്മാവനെ ഡിസ്ചാർജ് ചെയ്യാൻ വേണ്ടി വീട്ടിൽ നിന്ന് റേഷൻ കാർഡ് എടുത്ത് വരുന്ന വഴിക്ക് ഇവളെന്റെ വണ്ടി കയറിയതാണ് സർ. പറിച്ചെടുത്ത മാലയും തേടി. കർത്താവേ, നീ മാലയെങ്ങാനും വിഴുങ്ങിയോ? ഇല്ല സർ. ഓ, രക്ഷപ്പെട്ട്. വിഴുങ്ങിയിരുന്നെങ്കിൽ പഴക്കൊല്ലം മേടിച്ചെന്റെ കുടുംബം മുടിഞ്ഞാനെ. മാല എടുക്കണി. ആ, ബെസ്റ്റ് സ്ഥലം. നോക്കിയേ, ഇതന്നെയല്ലേ സാറിന്റെ മാല? ഒറിജിനൽ ലെവലിൽ നിന്ന് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കുന്ന വർഗ്ഗങ്ങളാ. അതെ സാർ, ഇത് തന്നെ എന്റെ മാല. താങ്ക് യു. ആയിക്കോട്ടെ. ഏതായാലും പഞ്ചായത്ത് സെക്രട്ടറി ആയിട്ട് സ്വന്തം നാട്ടിലേക്ക് സ്ഥലം മാറി വന്ന ദിവസം തന്നെ കിട്ടിയ സ്വീകരണം കൊള്ളാം അല്ലേ? അതുകൊണ്ട് ഞാനൊരു പാഠം പഠിച്ചു. ഇനി എന്റെ വണ്ടിക്ക് ആര് കൈ കാണിച്ചാലും ഞാൻ ലിഫ്റ്റ് കൊടുക്കുന്ന പ്രശ്നമേ ഇല്ല. പ്രത്യേകിച്ചും ഈ ജീൻസ് ഇട്ട പെണ്ണുങ്ങൾ. സാറിന് ഞാൻ പാരിതോഷികങ്ങളൊന്നും ഞാനങ്ങനെ സ്വീകരിക്കാറില്ല. പിന്നെ നിർബന്ധിച്ചാൽ ഒരു സാധനം വെച്ചാ കാണത്തില്ല. നോക്ക്, ഇത് വെച്ചോ. പഞ്ചായത്തിൽ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കണം, മറക്കരുത്. ഓ, വലിയ ഉപകാരം. ഇറങ്ങി പോടാ. താങ്ക് യു സർ. രക്ഷപ്പെട്ടു. സാർ, എന്ന് ഞാനും ഓ, പൊയ്ക്കോളൂ. സമയം കിട്ടുമ്പോഴൊക്കെ വരണം കേട്ടോ. കേറി നിൽക്കണേ. ഇങ്ങോട്ട് മാറി നിൽക്കടി. എന്തെങ്കിലും തടയെന്ന് വിചാരിച്ചു, അതും തടഞ്ഞില്ല. ഒരു മാതൃകാ പോലീസ് സ്റ്റേഷൻ. സെക്രട്ടറി